ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പിന്നെ ഞാൻ കാണിക്കുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ജീനിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ടോപ്പും പിന്നെ കുറച്ച് ബോഡിക്കോൺ ഡ്രസ്സൊക്കെ ആയിട്ടാണ്. ഇതും അത്ര വലിയ റേറ്റിലല്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1 by 1 ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്ന ജീനാണ്. ഇത് ഹൈ വേസ്റ്റ് ആയിട്ടുള്ള ജീനാണ്. ക്രോപ്പ് ടോപ്പിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പിൽ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താഴത്തെന്താ പറയുക, സ്കിൻ ഫിറ്റാണ്. ആംഗിൾ ലെങ്ത് അല്ല, കുറച്ച് ലെങ്തി ആയിട്ടിരിക്കുന്ന ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ 30 ആണ് സൈസ് എടുത്തിട്ടുണ്ടെന്ന്. പിന്നെ കുറച്ചൊരു എന്താ പറയുക, എലാസ്റ്റിക് ടൈപ്പ് പോലെ കുറച്ചൊരു വലിയുന്ന ടൈപ്പാണ്. നമുക്ക് സ്ട്രെച്ചബിൾ ആണ് വരുന്നത്. കണ്ടില്ലേ, ഹൈ വേസ്റ്റ് ആണ്. ഇതിന് മെയിനായിട്ട് പറയാനുള്ളത് ഹൈ വേസ്റ്റ് ആണ്. ഞാനിത് വാങ്ങിയത് തന്നെ ക്രോപ്പ് ടോപ്പിൻ്റെ ഒക്കെ കൂടെ വിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് 30 ആണെങ്കിലും കുറച്ചൊരു ലൂസായിട്ട് തന്നെ ഇരുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് ഇപ്പോൾ 28 എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈറ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ 30 ആണ് എടുത്തത്. കണ്ടില്ലേ, ഇതേപോലെ ക്രോപ്പ് ടോപ്പൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. അത് ലോ വേസ്റ്റ് ആണെങ്കിൽ ക്രോപ്പ് ടോപ്പ് ഇടുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹൈ വേസ്റ്റ് ആയിട്ട് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് 999 ആണ് വരുന്നത്. മിസ്ചേസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഇവരുടെ തന്നെ ഒരുപാട് എന്താ പറയുക ടോപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ടൊരു ബോഡിക്കോൺ ഡ്രസ്സാണ് കാണിക്കുന്നത്. അത് റെഡ് കളറിൽ എന്താ പറയുക, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. സ്റ്റിച്ചിങ് ആണെങ്കിൽ അടിപൊളിയാണ്. റൗണ്ട് നെക്ക് പോലെ, റൗണ്ട് എന്നല്ല, കുറച്ചൊരു ഇറക്കം വന്നിട്ടുള്ളൊരു നെക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് വെയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ താഴത്തെ ചെറിയൊരു ഓപ്പൺ ഉണ്ട്. ഇതിന് സ്റ്റിച്ചിങ് ആയാലൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലുമാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വിയർ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നെക്ക് കണ്ടില്ലേ, ഒരു ചെറിയൊരു ബോട്ട് നെക്ക് പോലെ ഉള്ള ആ ഒരു ടൈപ്പിലാണ്. സ്ലീവ് എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് വന്നത്. ഒരു സ്മോൾ സൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബോഡി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് സൈസാണ്. എനിക്ക് സ്മോളിൽ കറക്റ്റാണ്. ഒരു സ്ലീവ് വേണേൽ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കാറുണ്ട്. ഈ ഒരു ലെങ്ത്താണ് വരുന്നത്. എന്താ പറയുക, അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ല, കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റിലാണ് വന്നത്. ഇതിന് റേറ്റ് വരുന്നത് 370 അങ്ങനെയാണ്. ഈ ഒരു ലെങ്ത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുള്ള എന്താ പറയുക, ഈ ഒരു റേറ്റിൽ ഇത് എന്താ പറയുക അടിപൊളി തന്നെയാണ്. ചെറിയൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ടൈപ്പിലാണ് വന്നത്. ഇനി അടുത്തതായിട്ട് ജീനിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടോപ്പ്. കാരണം ഇതിൻ്റെ ആ ഒരു പിക്കിൽ കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് എന്തോ ഒരു സംഭവമാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിതെടുത്തത്. സ്ലീവിൻ്റെ അടുത്തും കണ്ടില്ല, ചെറിയൊരു ഫ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു പ്രത്യേകതരം സ്റ്റിച്ചിങ്. ഞാനെപ്പോഴും വാങ്ങിക്കുമ്പോൾ അതാണ് നോക്കുക, എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഈ ഫ്രണ്ടിലാണേലും ഒക്കെ ചെറിയൊരു ഡിസൈനൊക്കെ ഉണ്ട്. ബാക്കിൽ എലാസ്റ്റിക് വെച്ചിട്ടുള്ള എന്താ പറയുക ആ ഒരു വർക്ക് ഉണ്ടല്ലോ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. സൈഡിൽ സിബും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു കംഫർട്ടബിളിന് കറക്റ്റ് ബോഡി ഷേപ്പായിട്ട് തന്നെയാണ് കിട്ടുകയും ചെയ്യുന്നത്. അഥവാ ഇൻ കേസ് ടൈറ്റ് ആവുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സിബൊക്കെ അഴിച്ചിട്ട് ഇടാനും എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വിയർ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നോക്കാം. ഇത് ഷോർട്ടാണേ വരിക, ലെങ്ത് ഇല്ല, ഒരുപാട് ലെങ്ത് ഇല്ല. അതുകൊണ്ട് ജീനിൻ്റെ കൂടെ ഇടാം എന്നുള്ള രീതിക്കാണ് ഞാനിട്ടത്. അതല്ലാണ്ട് നമുക്ക് വിയർ ചെയ്യണേൽ അത്രയും ഷോർട്ടായിട്ട് ഇടാൻ കംഫർട്ടുള്ള ആൾക്കാർക്ക് ഇടാം. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജീനിൻ്റെ കൂടെ ഇതേപോലെ വിയർ ചെയ്യാനേ ഉള്ളൂ. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു വേറെ തന്നെ ഒരു സ്റ്റിച്ചിങ്. പിന്നെ ക്ലോത്ത് വന്നിട്ടുള്ളത് ജോർജറ്റാണ്. ജോർജറ്റ് ചെറിയൊരു ബൂട്ടാ വർക്കില്ല, അതേപോലെയുള്ളൊരു വർക്കാണ് വന്നിട്ടുള്ളത്. 590 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടിപൊളിയാണ്. ഞാൻ സ്മോൾ സൈസിൽ എനിക്ക് എന്താ പറയുക ഒട്ടും ലൂസേ ഇല്ല, കറക്റ്റ് പെർഫെക്റ്റിലാണ് എനിക്ക് സ്മോൾ വന്നത്. പിന്നെ അടുത്തത് സെയിം ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ഫുൾ സ്ലീവായിട്ട് ഹൈനെക്കിൽ ബാക്കിൽ സിബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇതേപോലെ ചെറിയൊരു ഡിസൈനൊക്കെയാണ് വരുന്നത്. ഇതും ഞാൻ സൈസ് സ്മോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്മോളിൽ എന്താ പറയുക ഒട്ടും ലൂസില്ല, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ എനിക്ക് എന്താ പറയുക മീഡിയം എടുത്താലും ഓക്കെ ആണെന്നാണ് തോന്നിയത്. കാരണം ഭയങ്കര കറക്റ്റ് ഫിറ്റ്, അത്രയും കറക്റ്റ് ഫിറ്റായിട്ട് ഇടുന്ന ആൾക്കാർക്ക് എന്താ പറയുക അങ്ങനെ നോക്കിയെടുക്കാം. ഇപ്പോൾ സ്മോൾ ആണെങ്കിലും മീഡിയം എടുക്കുക, അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്കിത് കുറച്ചുകൂടെ ലൂസായിരുന്നതിൽ കംഫർട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എപ്പോഴും ഒരുപാട് ബോഡി ഷേപ്പിൽ അങ്ങനെ ഇടാറില്ല, കുറച്ചൊരു ലൂസായിട്ട് തന്നെയാണ് എനിക്ക് കംഫർട്ട്. ഇപ്പോൾ ഞാൻ ഇട്ട് കാണിക്കാം. കാണുമ്പോൾ എന്താ പറയുക വലിയ ഇതൊന്നും ബോറായിട്ടൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് സൈസാണ്, ഒട്ടും ലൂസേ ഇല്ല. എനിക്കത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 സംതിങ് ആണ്. ആ ഒരു റേറ്റിന് ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയാലൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് വന്നത്. ഇനി അടുത്തായിട്ടൊരു ബോഡിക്കോൺ ഡ്രസ്സാണ് കാണിക്കുന്നത്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ. കണ്ടില്ലേ, നല്ലതായിട്ട് വലിയുന്ന ടൈപ്പാണ്. ഇത് ഞാൻ സ്മോൾ തന്നെയാണ് സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലും സൈസ് ഒരുപാട് അവൈലബിൾ ആണ്. ഇത് വിയർ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കാം. ഇത് ഈ ഒരു ലെങ്ത്തിലാണ് വരുന്നത്. സ്ലീവ്ലെസ് ആണ്, സ്ലീവില്ല. ഇനി നിങ്ങൾക്ക് സ്ലീവ്ലെസ് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഒരു ജാക്കറ്റെല്ലാം വേടയിൽ എന്താ പറയുക വിയർ ചെയ്യാം. അപ്പോൾ അതും ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഞാനിതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ഡെനിം ജാക്കറ്റ് ഇട്ടിട്ട് നോക്കി, അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 ആണ്. ഈ ഒരു റേറ്റിന് അടിപൊളിയാണിത്. കാരണം നല്ല ഷേപ്പായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ പറയുക സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്.
അപ്പോൾ ഇതാണ് ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ചെക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് തരാം. താങ്ക്